നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, എനിക്കെന്നും അവിടെ ഒരു സ്പേസ് ഉണ്ട്, അല്ലെങ്കിൽ അവൾക്ക് ആ വീട്ടിലൊരു സ്പേസ് ഇല്ലാതെ പോയി എന്നൊക്കെ. എന്താണ് ഒരു വ്യക്തിയുടെ പേഴ്സണൽ സ്പേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു വ്യക്തിയുടെ ശരീരത്തിന് ചുറ്റുമുള്ള സുരക്ഷിതത്വവും മാനസിക സുഖവും നൽകുന്ന അദൃശ്യമായ ഒരു അതിർവരമ്പാണ് ആ വ്യക്തിയുടെ പേഴ്സണൽ സ്പേസ്. അഥവാ ഒരാളിൻ്റെ ശരീരത്തിന് ചുറ്റും മറ്റുള്ളവർ അമിതമായി അടുക്കുന്നത് തടയുന്നതിനുള്ള ഒരു സുരക്ഷാ കവചമാണ് അയാളുടെ പേഴ്സണൽ സ്പേസ്. ഇനി അതുമല്ലെങ്കിൽ നമുക്കും നമ്മളോട് സംസാരിക്കുന്ന വ്യക്തികൾക്കും ഇടയിലുള്ള കൃത്യമായ ദൂരമാണ് ആ വ്യക്തിയുടെ പേഴ്സണൽ സ്പേസ് അഥവാ വ്യക്തിഗത ഇടം. ഓരോ വ്യക്തിക്കും അവരവരുടേതായ ഒരു സ്പേസ് ഉള്ളത് അയാളുടെ മാനസികാരോഗ്യത്തിനും സ്വകാര്യത സംരക്ഷിക്കുന്നതിനും ബന്ധങ്ങൾ ദൃഢമാക്കുന്നതിനും വളരെ പ്രധാനമാണ്. ഓരോ വ്യക്തിയും സ്വന്തം കാര്യങ്ങൾക്കും ചിന്തകൾക്കും പ്രാർത്ഥനകൾക്കും എഴുതുന്നതിനും ഗോളുകൾ സെറ്റ് ചെയ്യുന്നതിനും സമയം കണ്ടെത്തുന്നതിലൂടെ സ്വന്തം ശരീരത്തെയും മനസ്സിനെയും ബഹുമാനിക്കുകയാണ് സെൽഫ് റെസ്പെക്റ്റ്. സ്വന്തം ശരീരത്തിന്മേലും തീരുമാനത്തിന്മേലുമുള്ള അധികാരം നിലനിർത്തുന്നതിന് ഈ ഒരിടം ആവശ്യമാണ്. അതുപോലെ സ്ട്രെസ്സ് കുറയ്ക്കുന്നതിന്, പേഴ്സണൽ ഗ്രോത്തിന്, ക്രിയേറ്റിവിറ്റി എൻഹാൻസ് ചെയ്യുന്നതിന്, ഒന്ന് ഫോക്കസ്ഡ് ആവുന്നതിനൊക്കെ നമുക്ക് നമ്മുടേത് മാത്രമായ ഒരു സ്ഥലം ആവശ്യമാണ്. പേഴ്സണൽ സ്പേസിന് 4 സ്റ്റേജുകളാണുള്ളത്. അതിൽ ആദ്യത്തേത് ഇൻറ്റിമേറ്റ് സ്പേസ്, അതായത് നമ്മുടെ ശരീരത്തിൽ നിന്നും ഒരു 18 ഇഞ്ച് വ്യാപ്തി വരുന്ന ഒരിടം. അവിടെ നമ്മുടെ രക്ഷകർത്താക്കൾക്കും ജീവിത പങ്കാളിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും മാത്രമാണ് സ്ഥാനം. അതായത് ഒന്ന് ഹഗ് ചെയ്യുന്നതിനും കാതിലൊരു രഹസ്യം പറയുന്നതിനും ഒക്കെ ഒരിടം. ഇതിൽ രണ്ടാമത്തേത് പേഴ്സണൽ സ്പേസ് ആണ്. അതായത് നമ്മുടെ ശരീരത്തിൽ നിന്നും 1.5 അടി മുതൽ ഒരു 4 അടി വരെയുള്ള ദൂരമാണ് ഈ പേഴ്സണൽ സ്പേസ് വരുന്നത്. ഇതിൽ നമ്മുടെ വളരെ ക്ലോസ് അല്ലാത്ത റിലേറ്റീവ്സ്, സുഹൃത്തുക്കൾ, അതുപോലെ സഹപ്രവർത്തകർ എന്നിവർക്കാണ് ഇവിടെ സ്ഥാനം. ഇത് ഒരു കൈ അകലമായി കണക്കാക്കാം. അടുത്തത് സോഷ്യൽ സ്പേസ്, അതായത് നമ്മളിൽ നിന്നും 4 അടി മുതൽ ഒരു 10 മുതൽ 12 അടി വരെയുള്ള ദൂരമാണ് സോഷ്യൽ സ്പേസായി കണക്കാക്കപ്പെടുന്നത്. അവിടെ നമുക്ക് തീർത്തും അപരിചിതരായിട്ടുള്ള വ്യക്തികളുമായി ഇടപഴകുന്നതും ഔദ്യോഗിക ചർച്ചകൾ സംഘടിപ്പിക്കുന്നതും ഒരു ഇൻ്റർവ്യൂ നടത്തുന്നതും ഒക്കെ ഈ ഒരു സ്പേസിലായിരിക്കും. ലാസ്റ്റ് പബ്ലിക് സ്പേസാണ്. 10 അടിക്ക് മുകളിലാണ് ഒരു വ്യക്തിയുടെ പബ്ലിക് സ്പേസ്. പൊതുജനങ്ങളുമായും ഒരു ക്രൗഡുമായുമൊക്കെയുള്ള സമ്പർക്കം. ഒരു പബ്ലിക് സ്പീച്ച് നടത്തുമ്പോൾ നാം കംഫർട്ടബിൾ ആകുന്നത് ഈ ഒരു ഡിസ്റ്റൻസിലായിരിക്കും. അപരിചിതനായ ഒരാൾ 4 അടിക്ക് അപ്പുറം മാത്രമേ നിൽക്കാൻ പാടുള്ളൂ. അതിനിപ്പുറത്തേക്ക് കടക്കുമ്പോൾ നമ്മളുടെ ബ്രെയിനിലെ അമിഗ്ഡാല വർക്ക് ചെയ്യും, നമുക്ക് ദേഷ്യവും അസ്വസ്ഥതയും ഉണ്ടാകും. കൊച്ചുകുട്ടികൾ അവർക്ക് പരിചയമില്ലാത്ത ആളുകൾ എടുക്കാൻ ചെല്ലുമ്പോൾ കരയുന്നതും അസ്വസ്ഥരാകുന്നതും ഇതുകൊണ്ടാണ്. നമ്മുടെ പേഴ്സണൽ സ്പേസ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനോടൊപ്പം മറ്റുള്ളവരുടെ പേഴ്സണൽ സ്പേസ് റെസ്പെക്റ്റ് ചെയ്യാനും ശീലിക്കുക. അവർക്ക് സെൻസറി ഓവർലോഡ് കൊടുക്കാതിരിക്കുക. ഒരിക്കൽ ഞാനും എൻ്റെ ഹസ്ബൻഡും കുറച്ച് റിലേറ്റീവ്സുമായി ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ കയറി. ഫുഡ് വരാൻ ലേറ്റായത് കാരണം, കുറേ അധികം നാളായിട്ട് കാണുന്നതായതുകൊണ്ട് ഞങ്ങൾ തമാശകളൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിച്ചു. അപ്പോൾ ആ ഹാളിൽ കുറച്ച് അകലെയായിട്ടിരുന്ന ഒരു ഫാമിലി, ആ ഫാമിലിയിലെ ഒരു പുരുഷൻ പെട്ടെന്ന് വെടിപൊട്ടുന്ന ശബ്ദത്തിൽ സംസാരിക്കാനും ചിരിക്കാനും തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു, വിജയികൾക്കൊരു സമ്മാനമുണ്ടെന്ന്. തെറ്റ് നമുക്ക് ബോധ്യപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ അവർ പിന്നീട് നിശബ്ദരായിരുന്ന് ആഹാരം കഴിച്ചു. നമ്മുടെ സംഭാഷണങ്ങൾ മറ്റുള്ളവർക്ക് ഒരു ഇറിറ്റേഷൻ ആകാതിരിക്കട്ടെ, പ്രത്യേകിച്ചും പബ്ലിക് സ്പേസിൽ. ഈ പ്രപഞ്ചത്തിൽ ഓരോ വ്യക്തിയുടെയും അവകാശമാണ് അവനവന് മാത്രമായ സ്വസ്ഥമായ ഒരിടം. അത് കിട്ടാതെ വരുമ്പോഴാണ് പല റിലേഷൻഷിപ്പും ബ്രേക്കപ്പ് ആവുന്നത്.